എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും 51ാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 244/2023 കാറ്റഗറി നമ്പറിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും പരിചയപ്പെടണം കേട്ടോ. കാരണം ഈ അടുത്ത് നടന്ന UP എക്സാമിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള എക്സാമുകളൊക്കെ +1 +2 ഏരിയ ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് വെക്കണം കേട്ടോ. നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. അറിയാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഞാൻ പറയാറുണ്ട്, ഒരു ഷോർട്ടായിട്ട് എഴുതി വെക്കണം, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ വന്നാൽ മാർക്കാക്കി മാറ്റണം, ആക്കും എന്നുള്ളൊരു 100% ശുഭാപ്തി ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്നും പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ ആൻസർ പറഞ്ഞു അല്ലേ. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ പോസ് ചെയ്യുക കേട്ടോ. ഇപ്പൊ ഈ എക്സാമിന് ഞാൻ പോയിരിക്കും, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. കാരണം എനിക്കൊക്കെ ഇങ്ങനെ നല്ലോണം ഫാൾട്ട് വന്നിട്ടുള്ള ഏരിയ ആണ്. കാരണം നന്നായിട്ട് പഠിക്കും, റിവിഷനൊക്കെ കുറച്ച് കമ്മിയായിരുന്നു. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫലം എനിക്ക് എക്സാം ഹാളിൽ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മളിപ്പോ ദിവസം നോക്കുന്നില്ല. ഇപ്പൊ നമ്മളത് 51ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു 50 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോ 51ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ 50 എക്സാം PSC ഹാളിൽ പോയിട്ടുള്ള ഫലമാണ്. അപ്പൊ നമുക്ക് ഇനി വരാൻ പോകുമ്പോൾ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പേടി തോന്നില്ല. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കാതെയാണ് പോകുന്നതെങ്കിൽ 100% നമ്മൾ എന്തായിരിക്കും, പേടിയായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ്, നല്ല രീതിയിൽ ഒരു 50% നമുക്ക് പേടി എന്താണ് ഒഴിവായി കിട്ടിയിട്ടുണ്ടാവും. നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പേടിയും പോകും, ബാക്കിയുള്ള 50% എന്താവും, അതും പോകും. അതാണ് സത്യാവസ്ഥ, അതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇന്നിപ്പോ ഞാൻ ഈ എക്സാമിന് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഒന്നും കാണണ്ട. നാളെ ഇപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത എക്സാമിന് പോവുകയാണ്. ഇപ്പൊ ഗാദിയോ, പിന്നെ 24ാം തീയതി ഫാം വർക്കിന്റെയോ അല്ലെങ്കിൽ 27ാം തീയതിന്റെ എൽഡിന്റെയോ ഏത് എക്സാമോ ആയിക്കോട്ടെ, ഇത് എക്സാം ഞാൻ എഴുതാൻ പോകുകയാണെന്ന് ഒരു മനസ്സിൽ ചിന്താഗതി എടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടി, ഞാൻ ഇത് എങ്ങനെ ആൻസർ ചെയ്യും, ഇതിപ്പോ എക്സാം ഹാളിലാണെങ്കിൽ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യും. എന്നിട്ട് ഈ 50 ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എന്താണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്, ഞാൻ എന്താണ് നെഗറ്റീവ് വരാൻ, ഞാൻ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തന്നു, ആൻസർ 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 ടിക്ക് ചെയ്തിട്ട് ഇതല്ല ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഇതൊന്നിപ്പോ കിട്ടിയ കയ്യിൽ പേപ്പറാണ്, അത് ചിന്തിച്ചോളൂ. ഞാൻ ഇപ്പൊ ഒരു എക്സാം ഹാളാന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ എങ്ങനെ ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് മാർക്ക് നോക്കുമ്പോൾ എത്ര തെറ്റ് വന്നു എന്നുള്ളത് നോക്കാം. എങ്ങനെ ആ തെറ്റ് വന്നു, ഞാൻ ഇതൊക്കെ വെറുതെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊണ്ടല്ലേ തെറ്റ് വന്നെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് നൽകിയിരിക്കുന്നത്. ഇവയെ ശരിയായ രീതിയിൽ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്, ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആൻസർ ആയിട്ട് ഏതാണ് വരിക, ഒരു ലേശം ഗ്യാപ്പ് തരുമ്പോ അപ്പൊ പോസ് ചെയ്യുക, ആൻസർ ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ആൻസർ നമുക്ക് ഇത് ചെയ്ത് നോക്കിയാലോ ഒന്ന്. നാനാ സാഹിബ് എവിടെയാണ്, കാൺപൂർ ആണ് കേട്ടോ. നാനാ സാഹിബ് ഒന്നാമത്തെ എവിടെ വരും, കാൺപൂർ വരും. മൗലവി അഹമ്മദുള്ള എവിടെയാണ് വരുന്നത്, സ്ട്രെയിൻ എടുത്തിട്ടൊന്നും ഇരിക്കുന്നത് കേട്ടോ, സിമ്പിൾ ആയിട്ടിരുന്നത്. ഇത് 1857 വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ, അപ്പൊ സിമ്പിൾ ആയിട്ട് ചെയ്യുക. അപ്പൊ നാനാ സാഹിബ് എന്ത് ചെയ്യണം, കാൺപൂരിലെ ഒന്നാമത്തെ ആൻസർ C വരണം അല്ലേ. അത് മനസ്സിലാക്കി അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഈ എയും ബിയും ഒക്കെ ഇങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് വിട്ടേ. എയും ബിയും ഒന്നും ഞാൻ ഇവിടെ നോക്കാനേ പാടില്ല കേട്ടോ. ഇനി ഒന്നാമത്തെ C കിട്ടി. ഇനി രണ്ടാമത്തെ മൗലവി അഹമ്മദുള്ള എവിടെയാണ്, ഫൈസാബാദ് ആണ് അല്ലേ. മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് രണ്ടാമത്തെ ആൻസർ ആണ് അല്ലേ. ഇത് വരുന്നത് ഫൈസാബാദ്. രണ്ടാമത്തെ ആൻസർ D വരണം. രണ്ടാമത്തെ ആൻസർ ഇത് രണ്ടത്തിൽ ഏതാ, D. ഇതാ കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. ഇനി 3, 4 വായിക്കേണ്ട, നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് ഓടുക. ഓക്കെ. അപ്പോ കൺവർ സിംഗ് എവിടെയായിരിക്കും, ആരയിലാണ് അല്ലെ. കൺവർ സിംഗ് ആരാ, ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്, ലക്നൗ. 3, 4 പഠിച്ചല്ലോ, ഇനി തെറ്റിക്കില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ ഏതെല്ലാം, താഴെ പറയുന്നവ ശരിയല്ലാത്തവ ഏതെല്ലാം. ഏതാണ് ഇവിടെ ആൻസർ വരിക, ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഖേദ ആയിരുന്നു. ആണോ, ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഖേദയാണോ, ആണല്ലോ അല്ലെ. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. ശരിയാണോ, നിസ്സഹകരണ പ്രസ്ഥാനം, ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണം
പ്രസ്താവന നിർത്തിവെച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. 2 എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ശരിയല്ലാത്തവയാണ്. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തോ? ഇല്ല. 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലും മാത്രമാണ് പങ്കെടുത്തത്. അപ്പൊ ഇത് തെറ്റാണ്. 1 തെറ്റാണ്. 1ാമത്തേതാണ് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1920 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അപ്പൊ ഇവിടെ തെറ്റ് ഏതാണ് വരിക? ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1ഉം 3ഉം തെറ്റാണ്. ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനായിരുന്നു. ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത്. അത് മനസ്സിലാക്കി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത കേരളമാണ്. എവിടെയാണ് കേരളം? ബേപ്പൂര്, തിരൂര്. ആന്ധ്രാകേസരി ആരാണ്? ആന്ധ്രാകേസരി ടി പ്രകാശം. പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അറിയില്ല. ഈ ക്വസ്റ്റ്യൻ അറിയില്ല. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ. അറിയില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമ്മൾ ഒലിവ് ബ്രാഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രക്തരഹിത ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇവിടെ നന്ന പഠിച്ചോട്ടാ. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. നാളെ ഒരു നമ്മുടെ എൽഡിക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് എഴുതണേ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറൻസ് ഏത് രാജ്യക്കാരനാണ്? ഏതാണ്? പോർച്ചുഗീസ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ പറയുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. 7ാമത്തെ പ്രസ്താവന നോക്കിക്കേ. 1 ശരിയാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ശരിയാണ്. ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെയാണ്. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. നോക്കിക്കേ. ഇപ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ, ഇങ്ങനെ അന്തരീക്ഷത്തിന്റെ പാളികളുണ്ട് അല്ലെ. അതില് ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 4 ഇവിടെ ചോദ്യം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ശരിയാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓസോൺ പാളി ട്രോപ്പോസ്ഫിയറിലാണോ? അല്ല, സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ ഇതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. അപ്പൊ 4 വരുന്ന ഓപ്ഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് വിടണം. കട്ട് ചെയ്ത് വിട്ടേ. 4 വന്നു, ഇതില് 4 വന്നു, കട്ട് ചെയ്ത് വിട്ടു. ഡിയില് 4 വന്നു, കട്ട് ചെയ്ത് വിട്ടു. പോരെ? ആൻസർ പോരെ? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യേതര ഊർജ്ജ ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ പ്രകൃതിവാതകവും സൗരോർജ്ജവും ജൈവതാപോർജ്ജവും ഇതൊക്കെ എന്ത് വരും? പാരമ്പര്യേതര. പക്ഷെ ഓപ്ഷനിൽ അവർ കറക്റ്റ് ആയിട്ട് അത് കൊടുത്തിട്ടില്ല കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ ജലപാത ഏതാണ്? സി NW3. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് എപ്പോഴാണ്? എക്കണോമിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ബജറ്റ് ലൈനും നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ്. എങ്ങനെയാണ്? ബജറ്റ് ലൈനും നിസ്സംഗത വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡാണ് കേട്ടോ. ആസ്തികളിൽ ഏറ്റവും ലിക്വിഡായ രൂപം ഏതാണ്? പണമാണ് കേട്ടോ. ലിക്വിഡ് ആയിട്ടുള്ള രൂപം പണമാണ്. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർണം പറയുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ, അതൊരു അസറ്റാണ് അല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ സ്വർണം പറയുന്ന എന്താണ്? ഒരു അസറ്റാണ്. ഭൂമി എന്താണ്? അതും ഒരു അസറ്റ് അല്ലേ. കെട്ടിടം അല്ലെ. പണം എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള രൂപമാണ്. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ്?
ഇവയെല്ലാമാണ് കേട്ടോ. പൂജ്യമാകാം, അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം അല്ലെ. ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവയെല്ലാമാണ്. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, പൂജ്യമാകാം. ഇനി ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? 16ാമത്തത് ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ് കേട്ടോ. ഏതാണ്? ഡിറൈവ്ഡ് ഡിമാൻഡ്. കേന്ദ്ര ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ഏത് പേരിൽ അറിയപ്പെടും? അത് ബാങ്ക് നിരക്കാണ് കേട്ടോ. 17ാമത്തെ ബാങ്ക് നിരക്കാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത്, ഈ 4 ഓപ്ഷനിൽ ദേശീയ വരുമാനം കണക്കാക്കാത്തത് ഏതിലാണ്? വീട്ടമ്മമാരുടെ സേവനം. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? വായിച്ചു നോക്കിക്കേ. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഒരു നോർമൽ ഉദ്യോഗത്തേക്ക് എല്ലാം അറിയും. 74ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. അതും എല്ലാവർക്കും അറിയാം. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങൾ, ഇപ്പൊ നമ്മൾ പഞ്ചായത്ത് രാജിന്റെ പിതാവ് നെഹ്റു ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായാലും എഴുതും അല്ലെ, നെഹ്റു വന്നിട്ടുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾ അനുകൂലിച്ചിരുന്നു പറയും അല്ലെ. ആണോ? 19 ഏത് വരും? ഡി മാത്രമാണ് കേട്ടോ. ആൻസർ ഇവിടെ ഡി ആണ്. 1ഉം 2 മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇത് തെറ്റാണ് കേട്ടോ. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ. ഇവിടെ ആൻസർ ഏത് വരും? ഒന്ന് ചെയ്തേ. എ ആണ് കേട്ടോ. 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. യെസ്, കറക്റ്റ് ആണ്. ജില്ലാ പഞ്ചായത്ത് ആണല്ലേ. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയാണ്. അപ്പൊ ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. പിന്നെയോ എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. ആണോ? അല്ല അല്ലെ? അല്ല. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇവിടെ ആൻസർ ഏത് വരും? സി ആണ് കേട്ടോ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ജനസംഖ്യയ്ക്ക് ആനുപാതികമായ സംവരണം SC ST വിഭാഗങ്ങൾക്ക് നൽകുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് എന്തും ചെയ്യാം. OBC വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ്. അവിടെ എത്തുമ്പോൾ നമ്മൾ ഒരു കൺഫ്യൂഷൻ അടിക്കില്ലേ, OBCക്കൊക്കെ കൊടുക്കുവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഉണ്ടോ? ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യാം? OBC സംവരണം നൽകാവുന്നതാണ്. നെക്സ്റ്റ്, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഏത് വരും? സി ആണ്. 1ഉം 3ഉമാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിക്കേ. 1, 3. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയല്ലേ? ആണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട്. ശരിയാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇവിടെ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. 23ാമത്തെ ഡി ആണ്. 1, 3. 1, 3. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത്. നമ്മൾ അപ്പൊ വിചാരിക്കും സാമ്പത്തിക കമ്മീഷൻ, നമ്മൾ അവിടെ അതിനങ്ങോട്ട് മലയാളത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാനൊന്നും നമുക്ക് അവിടെ നേരം ഉണ്ടാവില്ല. നമ്മളിന്റെയൊക്കെ മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കില്ലേ. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ എന്താണ്? ധനകാര്യ കമ്മീഷനാണ്. അപ്പൊ ചിലപ്പോ ആ ബുദ്ധിയൊന്നും വന്നിട്ടുണ്ടല്ലോ, വീടെത്തിയിട്ടായിരിക്കും ഇത് ധനകാര്യ കമ്മീഷനെ കുറിച്ചിട്ടാണല്ലേ ചോദ്യം ഒക്കെ വരും. അതൊക്കെ നിങ്ങളാണെങ്കിലും ശരി, ഞാനാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ വരുള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ആണോ അല്ലയോ? ആണ്. ഇനി തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ്. ആണോ? ആണ്. ഇനി ഇവിടെ തെറ്റു വന്നിരിക്കുന്നത് 2ാമത്തേന്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി 4 വർഷം. 4 വർഷമാണോ? എത്ര വർഷമാണ്? 5 ആണ് അല്ലെ? 5 വർഷമാണ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന. 24 ശരിയായ പ്രസ്താവന എടുത്തേ. ഏതാണ്? ഡി ആണ് കേട്ടോ. 24ാമത്തെ ആൻസർ ഡി. 24ാമത്തെ ആൻസർ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ബി ആണ് കേട്ടോ. ബി ആണ്. 1ഉം 2ഉം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. കറക്റ്റ് പ്രസ്താവന. പിന്നെ ഏത് ആൻസർ വന്നത്? 2.
സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് ആലോചിച്ചാണ് പ്രസിഡന്റ് മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ശരിയായ പ്രസ്താവന. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ ഇത് നോക്കിക്കേ, ഇത് നമ്മൾ ഒന്ന് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് കേട്ടോ. ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല. ഉണ്ടാകാറുണ്ട് കേട്ടോ, ഉണ്ടാകാറുണ്ട്. നമ്മൾ ജഡ്ജിമാരെ നിയമിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാറുണ്ട്. എല്ലാ ഭാഗത്തും ഈ രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് അല്ലെ. നോക്കിക്കേ, ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ പോലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ട്. ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? വായിച്ചു നോക്കിയോ? ഡി ആണ് കേട്ടോ. 1 ഉം 3 1, 3 ശരിയായ പ്രസ്താവന. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശരിയായ പ്രസ്താവനയാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും നോക്കിക്കേ, ലോകസഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. ആണോ? ആണ്. പ്രത്യേക ഭൂരിപക്ഷം പറയുമ്പോ എങ്ങനെ വരും? 3/3 അല്ലേ? ഇനി ലോകസഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കൽ ആവശ്യമാണ്. കേവല ഭൂരിപക്ഷം അല്ല വരുന്നത്. രാജ്യസഭ, ലോകസഭ എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത്. സുപ്രീം കോടതി, ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ പുറത്താക്കുന്നത് സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ. റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ സി ആണ് കേട്ടോ. 2 ഉം 3 ശരിയായ പ്രസ്താവന. 2, ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും എന്ത് ചെയ്യാം? റിട്ടുകൾ പുറപ്പെടുവിക്കാം. പ്രധാനമായും 5 റിട്ടുകളാണ് ഉള്ളത്. സുപ്രീം കോടതിക്ക് മാത്രമാണോ? അല്ല, ഹൈക്കോടതിക്കും റിട്ട്. പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 27 ഡി ആണ് കേട്ടോ. ഓൾ ഓഫ് ദി എബോവ് ആണ്. 1 എന്താണ്? സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ഹൈക്കോടതി. ശരിയാണ്. സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു. ശരിയാണ്. സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും. മുന്നോട്ട് ചെയ്യണം കേട്ടോ. സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ എന്ത് ചെയ്യാം? സ്ഥലം മാറ്റാൻ സാധിക്കും. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 28. 28ാമത്തെ ഏതാണ്? എ ആണ് കേട്ടോ. 1 ഉം 3 ശരിയായിട്ടുള്ള പ്രസ്താവന. 1, 3 എന്താണ്? 42ാം ഭേദഗതി ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു. ശരിയാണ് അല്ലെ. പിന്നെ 45ാം ഭേദഗതി സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. 45ാം ഭേദഗതി എന്ത് ചെയ്തു? സംവരണം 10 വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി. കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 2 ഉം 3 2, 3 ശരിയായത്. ബി ശിവൻകുട്ടി അല്ല അല്ലെ. ഉന്നത വിദ്യാഭ്യാസ ബിന്ദു ആണ്. ഇവിടെ ഉന്നത എന്ന് വരണ്ട. പിന്നെ ആന്റണി രാജുവാണ് ഗതാഗത വകുപ്പ് മന്ത്രി. ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി. കേരള ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇതുവരും എ ആണ് കേട്ടോ. ഓൾ ഓഫ് ദി എബോവ് ആണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. യെസ്, കറക്റ്റ്. 21 അംഗ മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. യെസ്. സ്പീക്കർ NM ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ്. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആവില്ലേ? ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ഒന്ന് കൺഫ്യൂഷൻ ആകുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ സ്പീക്കർ, നിയമസഭാ സ്പീക്കർ MAN ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയിലാണ്. പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ്. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ എത്ര അംഗങ്ങളാണ്? 21. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 31. 31ാമത്തെ ആൻസറും ഏത് വരും? ഏതാണ് വരിക? ഡി ആണ് കേട്ടോ. ഓൾ ഓഫ് ദി എബോവ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. കറക്റ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ധർമ്മടം മണ്ഡലത്തെയാണ്. ശരിയാണ്. കോവളം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുത്തത് M വിൻസെന്റിനെയാണ്. ഹൃദയത്തെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന. ഹൃദയത്തെ കുറിച്ച് നന്നായി പഠിച്ച ഒരു വ്യക്തിക്കാണെങ്കിൽ ഇതിവിടെ ഒരു മാർക്ക് കിട്ടും. ശരിയായ പ്രസ്താവനയാണ് ചോദ്യം. ഏതാണ് ശരിയായ പ്രസ്താവന? ഇവിടെ എ ആണ് കേട്ടോ. മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം, മറ്റേത് വലത് ഏട്രിയം. ഏറ്റവും താഴത്തെ 2 അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ, മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും അറിയപ്പെടുന്നു.
മുകളിലത്തെ അത് ബാക്കിയൊക്കെ എന്താണ്? തെറ്റാണ് കേട്ടോ. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത്. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന, അത് നമ്മളോട് തന്നെ പറയണം അല്ലേ? വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് വരും? 2021 ലോക പക്ഷാഘാത ദിന സന്ദേശം. നോക്ക്, ഇത് ലാസ്റ്റ് 2024, അതായത് ഡിസംബറിൽ നടന്ന എക്സാം ആണ്. 2023 ഡിസംബറിൽ നടന്ന എക്സാം ആണ്. ചോദ്യം വന്നിരിക്കുന്നത് 2021 തീമാണ്. ലോക പക്ഷാഘാത ദിന സന്ദേശം. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ഏതാണ്? നമുക്ക് സിമ്പിൾ ആണ് അല്ലെ? ജലദോഷം. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചത്? നോബൽ സമ്മാനം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ. 2022 കൂടി നോക്കിക്കോളൂ. നമ്മളിപ്പോ 2023, 24 പഠിച്ചിട്ട് പോകും. 22 പഠിക്കാതെ പോയാൽ നമുക്ക് പണി കിട്ടോ? ഇപ്പൊ 23 ലാസ്റ്റ്, 2024 തുടക്കത്തിൽ ചെയ്ത എക്സാം ആണ്. 2023 ഡിസംബറിൽ ചെയ്ത എക്സാം ആണ് ഇത്. അതാണ് 2021 വൈദ്യശാസ്ത്ര നോബൽ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എന്തിനാണ് പുരസ്കാരം ലഭിച്ചത്? ബി ആണ് അല്ലെ? ചൂടും സ്പർശനവും വേദനയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹത്തിലെ സ്വീകരണത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിന് B1 അല്ലേ? B1 ആണ് തയാമീൻ എന്നറിയപ്പെടുന്ന ജീവകം. എന്താണ് യൂട്രോഫിക്കേഷൻ? എന്താണ് യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷൻ ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക. ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ എ ആണ് കേട്ടോ. ആൻസർ എ ആണ് വരിക. 4 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. ഗതിക ഘർഷണവും സ്ഥിതഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഗതിഘർഷണവും സ്ഥിതഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഗുരുത്വ ത്വരണത്തെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗുരുത്വ ത്വരണം ചെയ്ത് നോക്കണേ. ഗുരുത്വ ത്വരണത്തെ കുറിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് വരും? സി ആണ് കേട്ടോ. 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത്. ഗുരുത്വ ത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഗുരുത്വ ത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന. പ്രകാശ വൈദ്യുത പ്രഭാവവുമായിട്ട് ചേരാത്ത പ്രസ്താവനയാണ് ചോദ്യം. ഇതാണ് സി ആണ് കേട്ടോ. ചേരാത്ത പ്രസ്താവനയാണ്. അപ്പൊ ചേരുന്നത് ഏതൊക്കെയാണ്? 1 വന്നു, 2ഉം 3ഉം ചേരുന്ന പ്രസ്താവന. അപ്പൊ 3 ഒന്ന് പഠിച്ചു വെച്ചേ. ലോഹത്തിന്റെ ഉപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജം തരംഗം ദൈർഘ്യത്തിന് ലോഹോപരിതലത്തിൽ പതിക്കുന്ന ഫോട്ടോണുകളുടെ ഊർജം തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ലോഹോപരിതലത്തിൽ പതിക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത ഫോട്ടോണുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകാശ വൈദ്യുത പ്രവാഹം പ്രകാശ തീവ്രതയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. 2022 ഊർജതന്ത്രത്തിൽ ഫിസിക്സില് നോബൽ പ്രൈസ് നേടിയത് ഏത് ഊർജതന്ത്ര ഗവേഷകനായിരുന്നു? അല്ലേ? ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിലെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിലുള്ള ഇരുട്ടിന്റെ തിളക്കം മൂലമാണ്? ബി ആണ്, ഫോസ്ഫറസ്. ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത്, ഈ ലൂയിസ് സിദ്ധാന്തം ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത് ഏതാണ്? ഡി ആണ് കേട്ടോ. BF3 ആണ് ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത്.
ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായിട്ട്, ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഇപ്പൊ ബയോ ഇന്ധനങ്ങളിൽ ഏതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഏതാണ്? കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടുന്നുണ്ടോ? നേരത്തെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. എഥനോൾ ആണ് കേട്ടോ. ഇപ്പൊ എഥനോൾ ആണ് ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം കൂടുതലായിട്ട്. സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്ന പേര്? ഓർബിറ്റൽ. ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവർ ആരെല്ലാം? ആരൊക്കെയാണ്? സി ആണ് 1, 3, 4. ഇവ ശരിയാണ്. 1, 3, 4. ജി ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, അച്യുതൻ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ, ഭീതി വേണ്ട തരിക തനിക്കു നീ എന്നീ പ്രകാരം ദാഹജലം ചോദിച്ചത് ആരോട്? ആനന്ദൻ മാതങ്കിയോട്. ആനന്ദൻ മാതങ്കിയോടാണ് ഇപ്രകാരം ദാഹജലം ചോദിച്ചത്. മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്ര ആവിഷ്കാരവും ആണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഏതാണ്? 1, 2, 3 ശരിയാണ്. പള്ളിവാളും കാൽച്ചിലമ്പും നിർമാല്യത്തെയാണ്. ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും വിധേയനാണ്. നീലവെളിച്ചം ഭാർഗവി നിലയം. പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് എം മുകുന്ദനാണ്. മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായണി അർജുനനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ? 1, 3, 4 ശരിയാണ്. ഏതാണ്? 1, 3, 4 ശരിയാണ്. സർവവിജ്ഞാന കോശത്തിന്റെ ഡയറക്ടറാണ് വെള്ളായണി അർജുനൻ. ശരി. 2008 പത്മഭൂഷൺ. തെറ്റായ പ്രസ്താവന അല്ലെ? 3 D.Litt ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഇങ്ങനെ 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? 1, 3, 4 ശരി. 1 സർവവിജ്ഞാന കോശൻ ഡയറക്ടർ, സാക്ഷരതാ മിഷൻ ഡയറക്ടർ, 3 D.Litt ബിരുദങ്ങൾ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ. എങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്? കുറച്ച് അറിയാത്ത ക്വസ്റ്റ്യൻ. നമുക്കൊരു 8 ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ്. 8 എണ്ണം അല്ലെ? അത് ഒരു 5, 6 നമുക്ക് എന്ത് ചെയ്യാം? ഒത്തിരി കഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്കത് എന്ത് ചെയ്യണം? അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷനൊക്കെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. വെള്ളായണി അതിനെ കുറിച്ചിട്ട് ഒക്കെ നോക്കി വെക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെക്കുക. സിലബസ് ബേസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തുക. നാളെ അതൊരു നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്കുള്ള ഒരു വഴി തെളിയിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാരും ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യും എന്നുള്ളത് കൂട്ടുകാരാണ്. അപ്പൊ നിങ്ങൾ ചെയ്യും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.